ഏയ് ടെൻഷൻ ആവണ്ട. ഇറങ്ങ പെട്ടെന്ന് ഇറങ്ങ. ഇത്രയും നേരം കൂടെ ഇരുന്നതിന് നമ്മൾ ദൃഷ്ടി ഒഴിഞ്ഞിടേണ്ടി വരും. എത്ര ചേട്ടാ? എന്റെ പൈസ ആരും കൊടുക്കണ്ട, ഞാൻ കൊടുത്തോളാം. അല്ലെങ്കിൽ തന്നെ നിന്റെ പൈസ കൊടുക്കാൻ എനിക്ക് എന്താ ഭ്രാന്തുണ്ടോ? തന്റെ സംസാരം പ്രവൃത്തിയും കണ്ടാലേ ഭ്രാന്തുണ്ടെന്നാ തോന്നുക. നിനക്കോ ഭ്രാന്ത്? എന്റെ അമ്മയോട് പറഞ്ഞോണ്ടല്ലോ ഞാൻ പരുത്തിക്കളയും. ആരുടെ നീ ഇടിക്കുന്നേ? എനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ അച്ഛനൊന്ന് തൊട്ടോക്ക്. അങ്ങനെ പറഞ്ഞു കൊടുക്ക്. എന്റെ അച്ഛൻ സൂപ്പർ ഡാഡിയാ, അറിയോ നിനക്ക്? എന്റെ അമ്മ സൂപ്പർ മമ്മിയാ, അതെനിക്ക് അറിയാനിട്ടാ. ആദിക്കുട്ട, പൊട്ടക്കുളത്തിലെ തവളകൾക്ക് ചില ധാരണയുണ്ട്. അവര് മാത്രമേ ഈ ലോകത്തുള്ളൂ എന്ന് അവരങ്ങ് ചിന്തിക്കും. അതിന്റെ കുഴപ്പം. ഉത്തരത്തിലിരിക്കുന്ന പല്ലിക്കൊരു കുഴപ്പമുണ്ട്. ഉത്തരം താങ്ങുന്നത് അതാണെന്ന് അതിന്റെ ചിന്ത. ചേട്ടാ, എന്റെ ഷെയർ എടുത്തോ. ചില്ലറയില്ലേ? എന്റെ കയ്യിൽ ചില്ലറൊന്നുമില്ല. എന്റെ പൊന്നു മോളെ കൈനീട്ടോ. എനിക്ക് കൃത്യമായിട്ടുള്ള പൈസ തരണം. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ ചേട്ടാ? ഇതൊന്നും എടുത്ത് കയ്യിൽ വെക്കാതെയാണോ ഇത്രയും നേരം വാചകം അടിച്ചുകൊണ്ടിരുന്നത്? ഇങ്ങോട്ട് മാറി നിൽക്ക്, ഞാൻ കൊടുക്കാം. അഹങ്കാരിയാണെങ്കിലും അയൽവാസിയല്ലേ? വേണ്ട വേണ്ട, ഞാൻ ചില്ലറ മാറ്റി കൊടുത്തോളാം. ഈ സമയത്ത് ചില്ലറയെ മാറ്റി പിടിച്ച് സ്കൂളിന് മുന്നിലൂടെ ആളുകൾ നടക്കല്ലേ? എനിക്ക് പിന്നെ തിരിച്ചു തന്നാ മതി, ഞാൻ വാങ്ങിച്ചോളാം. എടുത്തു വെച്ചാണല്ലോ. പേഴ്സ് കാണുന്നില്ലല്ലോ. പണി പാളിയാ. എന്താ സാറേ, എനിക്ക് പോണ്ടേ? അതെ, ഞാൻ വീട്ടിൽ നിന്ന് പേഴ്സ് എടുക്കാൻ മറന്നു. അവിടെ നിന്ന് ഇതുവരെ നിങ്ങൾ രണ്ടുപേരെ സഹിച്ചതും പോരാ, കാശുമില്ലേ? ആദിമോനെ, ഇതാ പറയുന്നത്, അഹങ്കരിക്കാൻ പാടില്ലെന്ന്. കണക്കിന്റെ കാര്യത്തിലേ ഞാൻ അല്പം കണിച്ചക്കാരിയാ. ഞാൻ കൊടുത്ത കാശ് എനിക്ക് തിരിച്ചു കിട്ടണം, നാളെ തന്നെ കിട്ടണം. നാളെ നോക്കണ്ട, ഇന്ന് തന്നെ വന്നേക്കാം. വാ. അച്ഛൻ പേഴ്സ് എടുത്തു വെക്കണ്ടേ? അവരുടെ മുമ്പിൽ നാണം കിട്ടില്ലേ? പോയെ പോയെ, ഇനി നീയും കൂടെ അങ്ങ് തുടങ്ങിക്കോ.
വെള്ളം മാത്രമേ ഉള്ളൂ. തേങ്ങ മേടിച്ചു കൊടുത്താണല്ലോ. നാണക്കേടായി. ഈ സമയത്ത് ആരാ? അയ്യോ ഹരി. ആ ഞാനാ. എന്റെ പേഴ്സ് അവിടെ മേശപ്പുറത്തോണോ നോക്കിയേ. പേഴ്സാ? ആണ്ടതേ ടിവിയുടെ മുന്നിൽ ഇരിപ്പുണ്ട്. നീ എടുക്കാതാണ് പോയേ? എടുക്കാതെ പോയതുകൊണ്ടല്ലേ അത് അവിടെ ഇരിക്കുന്നത്. ഓ അത് ശരിയാണല്ലോ. അമ്മാവൻ ആ പേഴ്സ് കൊടുത്തോണ്ടേ ഇവിടെ സ്കൂളിന്റെ അടുത്തേക്ക് വാ. അല്ല അതെന്തിനാ സ്കൂളിന്റെ അടുത്തേക്ക്? ഇനി ഇപ്പൊ കഥ മുഴുവനും പറഞ്ഞാലേ വരത്തുള്ളൂ. ഓ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അതങ്ങ് ചെയ്താ പോരെ. ഓ അല്ല നിനക്കെന്ത് പറ്റിയടാ? ഒരു കാര്യമില്ലാണ്ട് ദേഷ്യപ്പെടുകയാണല്ലോ. അമ്മാവൻ അത് കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലയോ അത് പറ. ആ ശരി, ഞാനേ ഭക്ഷണം കഴിച്ചു തുടങ്ങിയായിരുന്നു. കുഴപ്പമില്ല, ഇനി അവിടെ കൊണ്ടുവന്ന് തന്നിട്ട് പിന്നെ കഴിച്ചോളാം. അതൊന്നും വേണ്ട, കഴിച്ചിട്ട് വന്നാ മതി. അയ്യോ വേണ്ടായേ, നീയേ കോപം കൊണ്ടങ്ങ് കത്തി നിൽക്കുകയല്ലേ. ഞാൻ പ്രത്യേകിച്ച് നേരെ ഒന്നും കളയുന്നില്ല. ആ വെറുതെ എന്താടി ഈ കാണിച്ചത്? അമ്മ എന്തിനാ ഇപ്പോഴും ഇത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നേ? കാണുമ്പോ തന്നെ പേടിയാ. നമ്മുടെ ജീവിതം ഇങ്ങനെ ആയതിന്റെ കാരണം ഈ മനുഷ്യനാ. എന്നിട്ട് അമ്മയ്ക്ക് ഇപ്പോഴും ഈ മനുഷ്യന്റെ കാര്യത്തിൽ വിഷമമുണ്ടോ? ഉണ്ട്. ഒരമ്മയ്ക്ക് മക്കളെ മറക്കാൻ പറ്റില്ല, അവരേത് തരക്കാരായാലും. എന്നാ പിന്നെ അമ്മ എന്തിനാ കൊന്നേ? അപ്പോ നിങ്ങളാണോ കൊന്നേ? ആരെ കൊന്ന കാര്യം ചോദിക്കുന്നേ? ഇവിടെ ശല്യം ഉണ്ടാക്കിയത് ആരാണോ അവനെ. അല്ല ഞാനിപ്പോ നോക്കുമ്പോഴേ അടുക്കളപ്പുറത്ത് ചത്ത് കിടക്കുന്നു.
എന്തൊരു ശല്യാണെന്നറിയോ? ഒരു ഭക്ഷണം എടുത്തു വെച്ചാ കിട്ടിയല്ല. എത്ര തുണിയാണെന്നോ അവൻ കറണ്ട് നിന്നത്. എലിപ്പെട്ടി വെച്ച് അവനെ പിടിക്കാൻ ഞാൻ ഒരുപാട് നോക്കിയതാ, പക്ഷെ കിട്ടിയില്ല. അപ്പോ നിങ്ങളാണ് ഒന്നെങ്കിൽ അത് നന്നായെന്ന് പറയാൻ വന്നതാ. ആ ശരി, നിങ്ങളുടെ പണിയൊക്കെ നടക്കട്ടെ. ആ സുജാതേ, ഞാനൊന്ന് പുറത്തോട്ട് പോവുകയാ. അപ്പോ ശരി. ആ സംസാരിക്കുമ്പോ സൂക്ഷിക്കണം. ഇവിടെ നമ്മുടെ പഴയ കഥകളൊന്നും ആർക്കും അറിഞ്ഞൂടാ. നമ്മുടെ നാവിൽ നിന്ന് തന്നെ ആരും അറിയരുത്. അങ്ങനെയാണെങ്കിൽ ഏട്ടനെ കുറിച്ചുള്ള സംസാരം അമ്മ കുറയ്ക്കണം. അത് കേൾക്കുമ്പോഴാണ് ഞാൻ വല്ലതൊക്കെ പറഞ്ഞു പോകുന്നത്. ഞാൻ മരിക്കുന്നത് വരെ അവൻ എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. അവൻ മരിച്ചത് പിന്നെ എന്റെ കൈയും മനസ്സും വിറയ്ക്കുന്നത് ഇപ്പോഴും നിന്നിട്ടില്ല. അവന് കൊന്നത് ഞാനാണ്. ഈ ഒരു സിനിമ കഴിഞ്ഞാൽ വീണ രക്ഷപ്പെടും, അത് തീർച്ചയാണ്. പിന്നെ അങ്ങോട്ട് വീണയുടെ സമയമാണ്. അപ്പോ വീണയ്ക്ക് ഇത്രയും നല്ലൊരു കാര്യം ചെയ്തിരുന്ന എനിക്ക് വീണയുടെ ഭാഗത്ത് നിന്ന് എനിക്ക് എന്താ തിരിച്ചു കിട്ടുന്നത്? അതിനു പകരം വീണ ചെയ്യേണ്ടത് എന്നെ സന്തോഷിപ്പിക്കുക എന്നതാണ്.
എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത? അത് ഞാൻ കണ്ടില്ല. ഞാൻ ഇന്നലെ അല്ല വിളിക്കാൻ തുടങ്ങിയിട്ട്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിരന്തരം വിളിച്ചോണ്ടിരിക്കുകയാണ്. എത്ര മാസത്തെ വാടക തരാനുണ്ടെന്ന് അറിയാമോ? കഴിഞ്ഞ ആഴ്ച ഒന്നിച്ചു തരാമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അത് എനിക്കൊരു വർക്ക് ശരിയാവുന്ന പ്രതീക്ഷിച്ച ഞാൻ പറഞ്ഞത്. അത് നടന്നില്ല. ഞാനെന്ത് വേണം? നിങ്ങൾക്ക് ഞാൻ വർക്ക് ഉണ്ടാക്കി തരണോ? ഞാൻ വേറെ 1-2 വർക്കിന് കൂടി ട്രൈ ചെയ്യുന്നുണ്ട്. അയ്യടാ, ഇത് ഞാൻ കേൾക്കാത്ത കാര്യമാണല്ലോ. എന്റെ പൊന്നു കൊച്ചേ, സിനിമാക്കാരാകാൻ വേണ്ടി ഇറങ്ങി തിരിച്ച് ഇവിടെ വന്ന് മുറിയെടുക്കുന്ന ഒരുപാട് പേരുണ്ട്. ഉള്ള കാര്യം പറയാലോ, ഒരൊറ്റ ഒരെണ്ണം പോലും നന്നായി ഞാൻ കണ്ടിട്ടില്ല. കുറെ എണ്ണം എന്നെ പറ്റിച്ച് മുങ്ങിയിട്ടുമുണ്ട്. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും പോവില്ല. അങ്ങനെ എന്നെ സമാധാനിപ്പിക്കണ്ട. പോണം, എത്രയും പെട്ടെന്ന് പോണം. അത് പറയാനാ ഞാൻ ഇവിടെ വന്നത്. പ്ലീസ് ചേട്ടാ, ഒരവധി കൂടി. ഇല്ല, ഈ അവധി തരാൻ എന്നെ കൊണ്ട് പറ്റിയല്ല. ഞാനിതൊക്കെ കെട്ടി ഉണ്ടാക്കിയിരിക്കുന്നത് എന്റെ കാര്യങ്ങൾ നേരെ ചുവ നടക്കാൻ വേണ്ടിയിട്ടാ. അല്ലാതെ നിന്നെയൊക്കെ പിടിച്ച് തീറ്റിപ്പോറ്റിട്ട് എനിക്കെന്ത് കിട്ടാനാ? അല്ലെങ്കിൽ തന്നെ നീയൊക്കെ കയറി ചെന്നില്ലെങ്കിൽ അയാളെ സിനിമ മുടിയാൻ പോവല്ലേ? കുടുംബത്തൊന്ന് കെട്ടും പൊട്ടിച്ച് ഇറങ്ങിക്കോളും. ബാക്കിയുള്ളവരെ തലേ കയറാൻ. നാളെ രാവിലെ എന്റെ പൈസ കിട്ടണം. അല്ലെങ്കിൽ പിന്നെ ഒരു അവധി ചോദിക്കലുമില്ല, പറയലുമില്ല. പ്ലീസ് ചേട്ടാ, എന്റെ വാക്കിന് ഒരു മാറ്റവും പ്രതീക്ഷിക്കണ്ട. ഒന്നിന് കാശ്. വീടിന്റെ കാര്യത്തിന് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ റെസിഡൻസിക്കാർ ഒരിക്കൽ ചോദിച്ചിരുന്നു. അവരും അങ്കിളിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചു.